പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ആണ്. അതായത് ഇന്ന് നമ്മൾ ടീമായിട്ടാണ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അതെ ഗൈസ്, നമ്മൾ 2 ടീമായിട്ടാണ് ഇന്ന് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് അഞ്ജി ശ്രീ അല്ലെങ്കിൽ സല്ലു ഷാമി അങ്ങനത്തെ ടീമുകളായിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെ, ഇതിന് 4 പേര് വേണം. അതിനോണ്ടാണ് സല്ലുവിനെയും കൂടെ പിടിച്ചത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാല്, ഇന്നത്തെ ചാലഞ്ചിൽ ഫുഡ് കഴിക്കുന്ന ആളുടെ സ്വന്തം കൈ യൂസ് ചെയ്യാൻ പാടില്ല. പകരം ടീംമേറ്റ് ആയിരിക്കണം ആൾക്ക് കഴിപ്പിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ വെറും 3 മിനിറ്റ് സമയം കൊണ്ട് മുന്നിലുള്ള ഫുഡ് ഏറ്റവും കൂടുതൽ ഏത് ടീമാണോ കഴിച്ചു തീർക്കുന്നത് ആ ടീം ആയിരിക്കും അപ്പൊ ഇന്നത്തെ ചാലഞ്ചിൽ വിന്നർ ആയിട്ട് മൊത്തത്തിലൊരു ടീം വർക്കാണ് ഗൈസ്. 2 ടീമും തമ്മിൽ എന്താ പറയാ നല്ലൊരു ഒത്തൊരുമ, അതായത് ടീമിലുള്ള ആൾക്കാർ. അതായത് ഇപ്പൊ നമ്മള് ഫുഡ് വേഗം കൊടുക്കാന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ വേഗം കഴിക്കാന്നുള്ളത് നമ്മുടെ ടീംമേറ്റ് ശ്രദ്ധിക്കണം. അതിന് വളരെ ഒരു എന്താ പറയാ ഒത്തൊരുമയോട് കൂടി പോകേണ്ട ഒരു ചാലഞ്ച് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈറ്റിംഗ് ചാലഞ്ചിൽ ഇരിക്കുന്നത്. അതെ, നല്ലതാണ്. ഇല്ല ചെയ്തിട്ടുണ്ട്, പക്ഷെ വീഡിയോ ഡിലീറ്റ് ആയി പോയി. ഒരു വീഡിയോ ഡിലീറ്റ് ആയി പോയി. ബോയ്സിന്റെ നല്ല രസമായിരുന്നു. പക്ഷെ ആ വീഡിയോ എവിടെ പോയി, എങ്ങനെ ഡിലീറ്റ് ആയി പോയി കൊറേ തിന്നുണ്ടേനു ഗൈസ്, പക്ഷെ അത് വീഡിയോ ഡിലീറ്റ് ആയി പോയി. അന്ന് ഞാൻ പൊട്ടി പരിപ്പായി. അപ്പൊ ഇന്നത്തെ ചാലഞ്ചിന് പൊട്ടുവോ ജയിക്കുമോ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ എങ്ങനെയാ ടീമിനെ സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഷാമി, അഞ്ജി, ശ്രീ, സല്ലു എന്ന് പറഞ്ഞ 4 ലോട്ട് ഇട്ടുണ്ട്. 2 ലോട്ട് ഒരു സൈഡിലും 2 ലോട്ട് ഒരു സൈഡിലും ഇടും. ആ ലോട്ടുകളിൽ ആരാണോ ഉള്ളത് അവരായിരിക്കും ടീം. ഇങ്ങനെ സപ്ലൈ ചെയ്തോണ്ടിരിക്കാം. ലോട്ട് ഇടാറില്ല, തരാറില്ലേ ഉള്ളൂ. 2 അങ്ങോട്ട് വെച്ചോ. 2 ഇങ്ങോട്ട്, ഈ 2 ഇങ്ങോട്ട്. ഷാമിൻ ഓപ്പൺ ചെയ്ത് നോക്കിക്കോ. സല്ലു ഒന്ന് സല്ലു. പിന്നെ ഫുഡ് ആരും കഴിക്കണം, ആരും കഴിക്കണം തീരുമാനിക്കാം. ശ്രീ, അഞ്ജു, ശത്രുക്കളാണ്. ഇനി ഇവിടെ ഒരു ബാരിയർ വെക്കണം. ഒരു പേപ്പർ തട്ടിയ വായ മുറിന്റെ ടീംമേറ്റ് ഞാൻ കൈയോടെ വെച്ചത് നഖം തട്ടിയതാ. ഞാൻ വിചാരിച്ചു ഒരു പേപ്പർ തട്ടിയാല് വായ മുറിയുന്ന ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങള് മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യും, ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ പിന്നെ ഇവിടെ ട്രൈ ചെയ്യാതിരിക്കാന്നാണോ ഇരിക്കുന്നത്? അതെ, അത് നിങ്ങളെ തീരുമാനിച്ചോളാം. നിങ്ങൾ ട്രൈ ചെയ്യണം. കാക്കരക്കാട് കൂടുതൽ വായൽ ഫുഡ് പോകുന്ന എനിക്കാണ്. കഴിക്കുന്നില്ല, 5 കഴിക്കും. ഞങ്ങൾക്ക് തീരുമാനിക്കല ആരെ കഴിക്കുന്നത്. ഞാൻ മെല്ലെ കഴിക്കും. സല്ലു, ഞാൻ കഴിക്കുന്നില്ലടാ നല്ലത്. ഞാൻ കഴിച്ചോളാം. ഞാൻ കഴിക്കാം. എന്നാ പിന്നെ നീ കഴിക്കണം. ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ നമ്മള് തീരുമാനിച്ചു. നമ്മൾ ജയിച്ചിരിക്കും. നമ്മൾ ജയിച്ചിരിക്കും. അപ്പൊ നമ്മളെ മുന്നിൽ വന്നിട്ടുള്ളത് XXX ബർഗർ ആണ്. അതെ ഗൈസ്, നല്ല സ്മെല്ലുണ്ട്. വെള്ളം വേണമായിരുന്നു അല്ലേ? വെള്ളം അവിടെ താഴെ ഉണ്ട്. പക്ഷെ വെള്ളം കുടിക്കുമ്പോ ശ്രദ്ധിക്കണം, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പേടി ഉണ്ട് കേട്ടോ. കഴിയുന്ന വെള്ളം കുടിക്കാത്ത അഞ്ചു നല്ല. ഞാൻ മാക്സിമം ചാവുന്ന വരെ പിടിച്ചു. റെഡി? അത് ശരിയാണ്. ഓർമ്മയുണ്ട്. എന്തൊക്കെയോ കൊടൂര പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ആവുന്നില്ല ഗൈസ്, ഞങ്ങൾ വളരെ സിമ്പിൾ മനുഷ്യന്മാരാണ്. കഴിച്ച് ജയിക്കാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. 3 മിനിറ്റ് ആണ് ടൈം ഉള്ളത്. 3, 2, 1 ഗോ. കഴിച്ചോ. Come on Anju, you can. കൈ വെക്കടിയില്. ജാമി പറ്റും, നടക്കും, സാധിക്കും. Okay, take your time. ഒരു പകുതി വരുന്നില്ലല്ലോ വെള്ളം. അവിടെ ഒരു പകുതി തീർന്നു. അയ്യോ, ആ പേപ്പർ അടിയിൽ പിടിച്ചോ. ഗുഡ്. വെള്ളം തരട്ടെ? ഓക്കെ. അവര് മുന്നേറിക്കൊണ്ടിരിക്കണം. അപ്പൊ നോക്കണ്ട്. Okay, go on Anju. 1 minute.
വേണ്ട ഇവിടുത്തെ കുപ്പി നമുക്ക് കഴുകാം. ഓക്കെ ഗോ. ഓക്കെ ഒരു മിനിറ്റ്. വെള്ളോ ഒറ്റ വീട്ടിലൂടെ പച്ചക്കറി വരട്ടെ, പാറ്റി വരട്ടെ. വെള്ളം വേണോ? വെള്ളം കുറച്ചായിട്ട് കുടിച്ചാ പോരെ? പോട്ടെ, ഒക്കെ തൂത്ത് അയ്യടിക്കരുത്. അഞ്ചു ഓക്കെ അതന്നെ വലിയ കടിയടി. റെഡിയാണോ? ഒരു മിനിറ്റ് ബാക്കി. അത് തന്നെ. എടാ ഓള് ഭയങ്കര വലിയ കടിയാ കടിക്കുന്നേ. ഷാമി നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം വേണോ? ബർഗർ പോലെ തന്നെ സെറ്റ് ചെയ്യട്ടെ. എവിടെ വെള്ളം കുടിച്ച് അറിയാം ഷാമിന്റെ മുഖത്തടക്കം ഈ പാറ്റി കൂടെ. തന്നെ. ഇല്ല ഇനി ഒരു എത്ര വെള്ളം മിനിറ്റ് വെള്ളം പഠിച്ചോനെ. ഒരു മുട്ട സെപ്പറേറ്റ് എടുത്ത് തരട്ടെ? വേണ്ടല്ലേ അഞ്ചു? എങ്ങനെ നോക്കിയാ നമ്മളെ മുന്നില്? എന്താണോ നോക്കുന്നേ? നോക്കണ പോലെ നോക്കണം. ഒരു കുറച്ച് നീറ്റിലാണ് കഴിക്കുന്നത്. നമുക്കത് ബർഗർ ഇവിടെ അടുത്തു കൂടെ പോയിട്ടില്ല. അത് ബർഗർ പൊട്ടിപ്പോയതാ. എന്ത് ചെയ്യാൻ പറ്റൂ? ഓ ശരി പിടിച്ചു. അത് ടഫ് കോമ്പറ്റീഷൻ ആണ് ഗൈസ്. നിങ്ങളെ തീരുമാനിക്കണം. അത് ഇതൊന്ന് നല്ലോണം നോക്കി നോക്കാം, കുഴപ്പമില്ല. നോക്കിക്കോ. ഓക്കെ ഗൈസ്, ആ പ്ലേറ്റിൽ വെച്ചെടുത്തോട്ടെ. ഇതാണ് കൂടുതൽ. എങ്ങനെ നോക്കിയാലോ കൂടുതൽ നോക്കിക്കോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ കമ്പാരിസൺ ചെയ്തപ്പോ ഞങ്ങളെ ടീമിനെക്കാട്ടി കൂടുതൽ കുറച്ച് കഴിച്ചത് ഇവർ തന്നെയാണ്. അതെ, വിന്നർ ആയിരിക്കുന്നത് ഈ ടീമാണ് ഗൈസ്. അടിച്ചാള്. പക്ഷേ പറഞ്ഞ വാക്ക് വളരെ കുറഞ്ഞ ഇതില് അതെ, ഭയങ്കര ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു. വളരെ ബുദ്ധിമുട്ടി ജയിക്കാൻ വേണ്ടി. അതെ, ഇവര് കുറച്ചും കൂടെ വെജീസും സാധനങ്ങളും ഒക്കെ ഇങ്ങനെ എടുത്ത് കഴിച്ചോണ്ട് തന്നെ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഇവര് കഴിച്ചിട്ടുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തൊണ്ടയിൽ കെട്ടിയിട്ടുണ്ടല്ലോ, എനിക്ക് ഇറക്കാൻ പറ്റില്ല. വെള്ളാണെങ്കിൽ ശ്രീ ഇത്ര വരെ എത്തുന്നുള്ളൂ. എങ്ങനെ അറിയോ, ഇതിലൂടെ ഞാൻ ആക്കുന്ന സമയത്ത് പറഞ്ഞൊന്ന് നനയ്ക്കാൻ ഒരു തുള്ളി, ആ തുള്ളി വെച്ചിട്ട് അത് ഒരുപാട് ഒഴിച്ചു പോയിട്ട് തരിപ്പ് പോകണ്ടെന്ന് അല്ല അതാണ്. പക്ഷെ തിരി കിട്ടുന്നു വെള്ളം 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 എന്ന് പറയുമ്പോ കുഞ്ഞായിട്ട് ഉറ്റിക്കുക. പക്ഷെ എന്റെ ടീമേറ്റ് വളരെ അഗതികൾ എന്നോട് സഹകരിച്ചതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വേണ്ടി ഇങ്ങനെ ബൈറ്റ് എടുക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു. ഇറക്കാൻ ഒരു ബുദ്ധിമുട്ട്, ഇറക്കുന്ന ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ടീം വിജയിച്ചാൽ ഞങ്ങൾ നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ എന്ത് ഫുഡ് വരുന്നത് നോക്കാം. ഞാനാണ് അടുത്ത കഴിക്കാൻ പോകുന്നത്. ഇവിടെ സല്ലല്ലേ കഴിക്കുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാണ്. സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് പോരാളികളായിട്ട് വരുന്നത് എന്റെ ടീമിൽ നിന്ന് ശ്രീയാണ് കഴിച്ചത്. എന്റെ ടീമിൽ നിന്നും സല്ലുവാണ് കഴിച്ചത്. രണ്ടുപേരും തമ്മിലാണ് ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്നത്. നമ്മൾ തമ്മിലുള്ള സിങ്ക് എന്തായാലും സെറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ ഫസ്റ്റ് റൗണ്ടില് ഞങ്ങൾ ജയിച്ചോണ്ട് ഈ റൗണ്ടിൽ നിങ്ങൾ ജയിച്ചാലും കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ കുറെ കേട്ടതാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് 2 വലിയ പീസ് വാട്ടർമെലനാണ്. ഇതാണ് നമ്മൾ 3 മിനിറ്റിനുള്ളിൽ വരെ ആരാണ് മാക്സിമം കഴിച്ചു തീർക്കാന്നുള്ളത് നോക്കണ്ട കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുണ്ട്, നല്ല കട്ടിയുണ്ട്. അപ്പൊ നമുക്ക് ടൈമർ നോക്കാം. ഓക്കെ ഓക്കെ 3 2 1 ഗോ. മെല്ലെ മെല്ലെ ഇറക്കിയിട്ട് മതി, ഇറക്കിയിട്ട് അടിച്ചാൽ മതി. യെസ് സല്ലു, യു ക്യാൻ ഡു ഇറ്റ്. ശ്രീ കമോൺ കമോൺ കമോൺ, ഓരോന്ന് കയ്യായി ശ്രീ. കൈ കടിക്കരുത്, കൈ കടിക്കരുത്. ഇല്ല ചിരിക്കണ്ട, ചിരിച്ചാ കോൺസെൻട്രേഷൻ പോകും. ഇത് കടിക്ക്, ഇത് കടിക്ക്. ഇനി പച്ച അവിടെ ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റും. കുറച്ചുകൂടെ പച്ച കുറച്ചുകൂടെ കഴിച്ചിട്ടുണ്ട്. പറ്റും നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ 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 ഡൺ. അടുത്തത് റെഡ് കളർ ഉണ്ടെങ്കിൽ പിന്നെ അത് വിഷയാവട്ടോ. റെഡ് കളർ അത്രമാത്രം
ഞങ്ങളത് അത്രമാത്രം ഉണ്ടാവില്ല, പിന്നെ അതൊരു പ്രശ്നമാവില്ല. പ്രശ്നമാവില്ല. വാട്ടർമെലൻ എങ്ങനെയാണോ കഴിക്കുക അതേപോലെ കഴിക്കാം. തരണോ തരണോ? ഈ റൗണ്ടിൽ നമുക്ക് നേടിയെടുക്കണം ശ്രീ. പറ്റും 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 പറ്റും. ഈ പീസ് കൂടെ, ഈ പീസ് കൂടെ. ഓക്കെ ഓക്കെ ഓക്കെ. കൊടുത്തു കൂടു. ലാസ്റ്റ് ഞാനതിന് മുന്നേ ഇറക്കി കഴിഞ്ഞു. അതിന്റെ മുന്നോടെ അല്ല വീഡിയോ ചെക്ക് ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇതൊന്ന് അനലൈസ് ചെയ്യാൻ അറിയാലോ. അല്ല ഇത് കറക്റ്റ് ആകെ. ഇത് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഇതിന് ഇത് ഇവിടെ ഉണ്ട്. ഇത് രണ്ടിനോ? ഏതിനാ? അതിന് അതിനല്ല ഇത് രണ്ടെണ്ണം. ഇത് നോർമലി നമ്മള് 3 മിനിറ്റ് ആയില്ലേ. നോർമലി എങ്ങനെയാണോ നമ്മള് വാട്ടർമെലൻ കഴിക്കുക അതേപോലെ തന്നെ കഴിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളത്. ഇത് കണ്ടോ, ഇതിന്റെ റെഡ് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇവിടെയും കുറേശ്ശെ കാണുന്നുള്ളൂ. ഇത് രണ്ടാണ് കൂടുതലുള്ളത്, ഇതിന് രണ്ടിനില്ല. ഓക്കെ, ഇതാണ് ഗൈസ് ഞങ്ങളത്. ഇതിന് ഇങ്ങനെ ഒരു വാട്ടർമെലൻ കഴിച്ച്, ഇങ്ങനെ ഒന്ന് കഴിച്ച്, ഇങ്ങനെ ഒന്ന് കഴിച്ച്, ഇങ്ങനെ ഒന്ന് കഴിച്ച്. ഗൈസ് ഒരു ചെറിയ ചെറിയ പറഞ്ഞാല് അത്രയും ഒരു സ്പ്ലിറ്റ് സെക്കൻഡിന് വ്യത്യാസം. ഒരു സെക്കൻഡ് പോലും ഇല്ല. ഒരു സെക്കൻഡിന്റെ പകുതിന്റെ പകുതി വ്യത്യാസത്തിൽ. അതെ, അതെന്താ സംഭവം എന്ന് വെച്ചാല് കാക്ക ആ ബൈറ്റ് ആ സംഭവം ഇങ്ങനെ വായന ഇറക്കുമ്പോ കൈ പൊക്കിയത്. അതെ, ശ്രീ പക്ഷെ ഫുള്ള് ഇറക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പൊ രണ്ടാളും തമ്മിൽ ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് എന്റെ തീയിലൂടെ ഇറങ്ങി പോകുന്നുള്ളൂ. അത് ശ്രീ ഇറക്കുന്ന സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് കാക്ക അവിടെ ഇങ്ങനെ പോയി. അങ്ങനെ നമ്മളെ ഭയങ്കര ഇങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഒരു ടീമിന് ഒരു പോയിന്റ്, മറ്റേ ടീമിന് ഒരു പോയിന്റ്, അങ്ങനെ ഓരോ 2 പേരും ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഞാൻ അടുത്ത റൗണ്ട് ആയാലും മനസ്സിലായി. അപ്പൊ ഇനി ഗൈസ് നമുക്ക് നിർണായകമായ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം. അങ്ങനെ ഗൈസ് നമ്മളിത് ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. ലാസ്റ്റ് റൗണ്ടിൽ നമുക്ക് വന്നിട്ടുള്ളത് ഷാമിക്ക് പ്രിയപ്പെട്ട പാസ്ത. പാസ്തയാണ്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ട്രൈ ചെയ്യാം. ഓക്കെ, അഞ്ചു റെഡി അല്ലേ? റെഡി. ഓക്കെ. അഞ്ജു ശ്രദ്ധിക്കണം, ഇത് കുത്തിപ്പോ. അത് ശ്രദ്ധിക്കണം, ഞാനല്ല. അല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. റെഡി? 3, 2, 1 ഗോ. അഞ്ജു കിട്ടുന്നില്ല. ഓക്കെ, ഇറക്കിട്ട് മതി. സത്യം പറഞ്ഞാൽ പറ്റില്ല കേട്ടോ. അഞ്ജു ഇത് എടുത്തു കഴിഞ്ഞാൽ അഞ്ജു ചരിത്രമാവും. അഞ്ജു എനിക്ക് ചരിത്രത്തിന്റെ ഭാഗമാവാൻ താല്പര്യമില്ല. അങ്ങനെ പറയരുത്. ഞാൻ രക്തസൂചിയാവുക. ഓക്കെ ഞാൻ എടുക്കാം. ഓക്കെ, ഇറക്കി വെള്ളം മതി. കുറച്ചുകൂടെ തരണോ? ഇനി വേണം. ഓക്കെ, ഞാൻ തരാം. തരുമ്പോ കൊണ്ടാ വെച്ചിട്ടാ. വെള്ളം നല്ല സോറി, ആദ്യം കുത്തിയത്. നമ്മള് തോൽക്കുന്ന തോന്നുന്നു. അഞ്ജു കം ഓൺ, യു ക്യാൻ ഡു ദിസ്. നമുക്ക് പറ്റില്ല, പക്ഷെ അനക്ക് പറ്റും. വെള്ളം വേണോ? അതാ പുറത്തേക്ക് ഇട്ടരുതേ. അഞ്ജു കം ഓൺ. ഓക്കെ, ഞാൻ നല്ലോണം തരാം. ഓക്കെ, സോറി ഗൈസ്, ചില സാങ്കേതിക കാരണങ്ങളാൽ അഞ്ജുവിന് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ തിന്നു, ഇനി തിന്നത് എന്തിനാ? അവള് തിന്നില്ലേ? അടിപൊളി ഗൈസ്, നൈസ് പെർഫോമൻസ്. അത് കുട്ടി അഞ്ജു ഇറ്റ്സ് ഓക്കെ. നമ്മൾ പൊരുതി. അഞ്ജു പൊരുതി ഗൈസ്. ഓക്കെ, ടൈമറിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഈ പാസ്ത എന്ന് പറയുന്ന സാധനം ഒന്നാമത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ആ ബർഗർ തിന്നതോടുകൂടി
നമ്മള് തോറ്റു. അത് ഞാൻ പക്ഷെ ശ്രമിച്ചോ ആ നല്ല ശ്രമിച്ചു guys. ശ്രമിച്ചു എന്നിട്ട് തോറ്റു. ആ ഒന്നൊരു കൈ കൂടി എടുക്കണം ശ്രമിച്ചേന്. ശ്രമിച്ചേരാ അതിന്റെ ഇടയിൽ കൂടെ ഫോർക്കോട്ട് ചുണ്ടിനൊരു കുത്തൊക്കെ കിട്ടി. അല്ല അത് പ്രശ്നമല്ല, അത് വിഷയാക്കേണ്ട കാര്യമില്ല. നമ്മള് പൊരുതുമ്പോ അങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ പറ്റും. കുട്ടികളൊക്കെ ചിലപ്പം പറ്റാൻ അത് ചരിത്രത്തിന്റെ ഭാഗമാവാൻ പോയിട്ട് ഞാൻ രക്തസാക്ഷി ആവേണ്ട അവസ്ഥയായിരുന്നു. അത്രയും അവസ്ഥയില ഞാൻ തിന്നത്. എനിക്ക് തിന്നാൻ പറ്റില്ല. പക്ഷേ ഈ round ഭയങ്കര കോമ്പറ്റീഷൻ സ്പിരിറ്റ് ആയിരുന്നു guys. അതെ എന്റേത് എത്ര ബാക്കിയുണ്ട് കേട്ടോ. എന്റെ അത്രയും ബാക്കിയില്ല ഗൈസ്. പിന്നെ ഒരു സാധനം മാത്രം താഴെ പോയിട്ടുണ്ട്. താഴെ പോയിട്ടുണ്ട്. അത്ര മാത്രം സംഭവിച്ചിട്ടുള്ളൂ ഗൈസ്. ബാക്കിയെല്ലാം ഞാൻ തിന്ന്. ആ cream അടക്കം കഴിച്ചിട്ടുണ്ട്. അതെ നേരത്തെ എനിക്ക് ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ജയിച്ചതിനെ പറ്റി എന്തെങ്കിലും ആ, നല്ല അഭിപ്രായം. നല്ല വളരെ നല്ല കോമ്പറ്റീഷൻ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ കുറച്ച് ലോ ആണെങ്കിലും ലാസ്റ്റ് റൗണ്ടിൽ ഞാൻ കുറച്ച് അതെ ലാസ്റ്റ് റൗണ്ടിൽ എന്റെ അമ്മ വൻ തീറ്റയായിരുന്നു. അതുകൊണ്ട് എനിക്ക് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ ഒരുവിധം പോക്ക് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ വെറുതെ കഷ്ടപ്പെടുന്നല്ലോ. അല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് slow ആക്കി. മറ്റേ കാക്കന്റെ ആ ഒരു വലിയ ഫോർക്കിന്റെ ആ ഒരു ഇതുണ്ടല്ലോ പ്രയോഗം. പ്രയോഗം ആ ഫോർക്ക് എടുത്തിട്ട് കൊറേ കുത്തിയില്ലേ, അതിൽ ഞാനൊന്ന് ഭയന്നിരുന്നു. ഒറ്റയടിക്ക് പോവാ. സത്യം. പക്ഷെ ഓളത് ആ കൊടുത്തത് പിന്നെ ഇറക്കാൻ കുറച്ച് ടൈം എടുത്തു. അതാ പ്രശ്നം. പക്ഷെ ശ്രീ ഒരു വളരെ അതിബുദ്ധിയായിട്ടുള്ള ഒരു കാര്യം ചെയ്ത് ഉദ്ദേശിച്ചിരുന്നില്ല അതില്. അല്ല അങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിലും ചെയ്തത് നല്ല കാര്യം. കാരണം എനിക്ക് ഫസ്റ്റ് എന്താ വെച്ചാല് ഓരോരോ പാസ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ അത് എനിക്ക് പെട്ടെന്ന് ഇറക്കാനും പറ്റി. അതുകൊണ്ട് ഈ ആലോചിച്ച് ചെയ്തല്ലെങ്കിൽ അത് വർക്ക്ഔട്ട് ആയിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഈ ചാലഞ്ചിലെ വിന്നേഴ്സ് ആയിട്ട് ശ്രീനി ഷമീനി പ്രഖ്യാപിച്ചു. ഇഷ്ടമൊന്നുമില്ല ഞങ്ങൾക്ക്. ഇല്ല പ്രത്യേകിച്ചൊന്നുമില്ല. വേണമെങ്കിൽ cash prize ഇല്ല മറ്റേ team ന് കയ്യടി തന്നില്ല അത് മതി. അതെ കൈയ്യടി നിങ്ങൾക്ക് അധികം അപ്പൊ guys, ഇന്നത്തെ ചാലഞ്ച് ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. This is Sri Lakshmi. This is Shamya. This is Sanjita. Signing off.